ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയാണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി നോക്കി. ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക ഒരു മിക്സ്ചറിലുള്ള കമ്പോണൻസിനെ. അതിനെയാണ് നമ്മൾ ക്രോമാറ്റോഗ്രഫി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോമാറ്റോഗ്രഫി പല ടൈപ്പ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ പ്ലാനാർ ക്രോമാറ്റോഗ്രഫിയും കോളം ക്രോമാറ്റോഗ്രഫിയുമാണ് പഠിക്കുന്നത്. പ്ലാനാർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലായിരിക്കും, ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു ക്രോമാറ്റോഗ്രഫി പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തിൻ ലെയറിലോ നടത്തുന്നതാണ് എന്ത്? പ്ലാനാർ ക്രോമാറ്റോഗ്രഫി. കോളം എന്ന് വെച്ചാൽ നമ്മൾ ആ ക്രോമാറ്റോഗ്രഫി നടത്തുന്ന ഒരു കോളത്തിലായിരിക്കും. ആ കോളം ക്രോമാറ്റോഗ്രഫിയിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഏതൊക്കെ? അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി, അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി, മോളിക്കുലാർ സീവിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അടുത്തത് എന്താണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി പറഞ്ഞു. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു പേരിൽ തന്നെ നമുക്ക് അത് എന്ത് ബേസിസിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാവും. അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എന്ത്? അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി നടക്കുന്നത്. ഇനി ഈ അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അയോണുകളുടെ എക്സ്ചേഞ്ച് ആണ് ആ ഒരു ക്രോമാറ്റോഗ്രഫിയിൽ നടക്കുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താണ്? കോളം ക്രോമാറ്റോഗ്രഫിയാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ അഫിനിറ്റി ഓഫ് ചാർജ്ഡ് കമ്പോണൻസ് ടുവേർഡ്സ് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസ്. അതായത് ഒരു കമ്പോണൻറ്റിന്, ഒരു ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻസിന് മറ്റ് ഓപ്പോസിറ്റ് ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻസിനോടുള്ള ആ ഒരു അഫിനിറ്റി, ആ ഒരു താല്പര്യം, ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എന്ത്? പല കമ്പോണൻസിനും പല രീതിയിലായിരിക്കും. ചില കമ്പോണൻസിന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റിനോട് എന്തുണ്ടായിരിക്കും? കുറച്ചുകൂടെ അഫിനിറ്റി ഉണ്ടായിരിക്കും. ചിലതിന് എന്തായിരിക്കും? അഫിനിറ്റി കുറവായിരിക്കും. ആ ഒരു അഫിനിറ്റിയിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ടാണ് എന്ത്? അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി നടത്തുന്നത്. മെയിനായിട്ട് രണ്ട് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് കാറ്റയോൺ എക്സ്ചേഞ്ചും ആനയോൺ എക്സ്ചേഞ്ചും. കാറ്റയോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിനെ മറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? കാറ്റയോൺ എക്സ്ചേഞ്ച്. ആനയോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് മറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ആനയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിൽ അയണൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. എന്താണ്? മാട്രിക്സ് കണ്ടെയ്നിങ് അയണൈസ്ഡ് ഗ്രൂപ്പ്സ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതായത് അതിൽ അയണൈസ്ഡ് ഗ്രൂപ്പ് ഉണ്ടാവണം, എന്നാലേ നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഇതിൽ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു അക്വസ് ബഫർ ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ത് ചെയ്യും? സെറ്റാക്കി വെക്കും അല്ലേ? ആ സ്റ്റേഷനറി ഫേസിൽ എന്തുണ്ടായിരിക്കും? അയണൈസ്ഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ മിക്സ്ചർ എന്ത് ചെയ്യും? ഈ സ്റ്റേഷനറി ഫേസിൻ്റെ ടോപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ മിക്സ്ചറിൽ എന്തുണ്ടായിരിക്കും? പല ചാർജുള്ള കമ്പോണൻസ് ഉണ്ടായിരിക്കും. പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസ് ഉണ്ടായിരിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ സ്റ്റേഷനറി ഫേസിലൂടെ എന്തിനെ പാസ് ചെയ്യും? മൊബൈൽ ഫേസിനെ പാസ് ചെയ്യും അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ടോപ്പിൽ എന്ത് വെച്ചിട്ടുണ്ട്? ടോപ്പിൽ മിക്സ്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സ്ചറും ഇതിനോടൊപ്പം എന്ത് ചെയ്യും? പാസ് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ മൊബൈൽ ഫേസും നമ്മുടെ മിക്സ്ചറിലുള്ള കമ്പോണൻസും എന്ത് ചെയ്യും? മിക്സപ്പ് ആകും. ഇപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താ നടക്കുക? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയണൈസ്ഡ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നതിൽ അയണൈസ്ഡ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ മിക്സ്ചറിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻറ്റ് നമ്മുടെ സ്റ്റേഷനറി ഫേസിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. എന്തുകൊണ്ട്? നമ്മുടെ മിക്സ്ചറിലുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻറ്റിന്
നമ്മുടെ അയണൈസ്ഡ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ സ്റ്റേഷനറി ഫേസിലുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻറ്റിനേക്കാളും അഫിനിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് നടക്കും? അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻറ്റും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പം നമ്മുടെ സ്റ്റേഷനറി ഫേസിലും ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. ആ കമ്പോണൻറ്റ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ബോണ്ട് പോലെ ഉണ്ടായിരിക്കും. ആ ബോണ്ടിനേക്കാൾ കൂടുതലായിട്ട്, അതിനേക്കാൾ കൂടുതൽ അഫിനിറ്റി നമ്മുടെ മിക്സ്ചറിലുള്ള കമ്പോണൻറ്റിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? എക്സ്ചേഞ്ച് നടക്കും. അതിലിപ്പോൾ കാറ്റയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കണമെന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂളിനായിരിക്കും എന്തുണ്ടാവുക? എക്സ്ചേഞ്ച് ഉണ്ടാവുക. നമ്മളെ മിക്സ്ചറിലെ കമ്പോണൻറ്റിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നമ്മുടെ സ്റ്റേഷനറി ഫേസിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും തമ്മിൽ എന്ത് നടക്കും? എക്സ്ചേഞ്ച് നടക്കും. ഇനി നമ്മൾ ആനയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനോട് അതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനേക്കാൾ അഫിനിറ്റി ആർക്കുണ്ടാവും? നമ്മുടെ മിക്സ്ചറിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിന് ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരു എക്സ്ചേഞ്ച് സംഭവിക്കും. അതാണ് എന്ത്? അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മുടെ എന്താണ് സ്റ്റേഷനറി ഫേസാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പോസിറ്റീവായിട്ടുള്ള അയോൺസും നെഗറ്റീവായിട്ടുള്ള അയോൺസും ഉണ്ട്. ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് വെച്ചു? നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ വെച്ചു. അതിൽ പോസിറ്റീവായിട്ടുള്ള കമ്പോണൻറ്റും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കമ്പോണൻസും ഉണ്ട്. ഇപ്പം ഇനി ഇവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ മിക്സ്ചറിലുള്ള നെഗറ്റീവായിട്ടുള്ള കമ്പോണൻറ്റും നമ്മുടെ മാട്രിക്സിലുള്ള നെഗറ്റീവായിട്ടുള്ള കമ്പോണൻറ്റും തമ്മിൽ എക്സ്ചേഞ്ച് നടന്നു. അപ്പോൾ അവിടെ ആനയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. നെഗറ്റീവിലായിട്ടുള്ള കമ്പോണൻറ്റിൻ്റെ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ നമ്മളവിടെ ആനയോൺ എക്സ്ചേഞ്ച് എന്നാണ് പറയുക. ആനയോൺ എക്സ്ചേഞ്ച് നടക്കുന്നു. ബാക്കിയുള്ള നമ്മൾ പോസിറ്റീവിലെ കമ്പോണൻസൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ കോളത്തിലൂടെ എലൂട്ട് ഔട്ടായി പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മാട്രിക്സിൽ ഏതാണ്? ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കമ്പോണൻ്റാണുള്ളത്. അതിനെ സെപ്പറേറ്റഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എലൂട്ടിംഗ് ബഫറിൽ വീണ്ടും നമ്മുടെ മാട്രിക്സിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് നടക്കും? ഒരു ആനയോൺ എക്സ്ചേഞ്ച് നടന്നിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കേണ്ട കമ്പോണൻ്റ് എന്ത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ആക്ച്വലി എന്ത്? ആനയോൺ എക്സ്ചേഞ്ച്. ഇത്